മനുഷ്യന്റെ മനസ്സിന് സമാധാനവും കുളിരും സന്തോഷവും നൽകുന്നതാണ് ഹിദായത്ത്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അള്ളാഹനെ മാത്രം വിളിച്ച് ദുആ ചെയ്യുന്ന, അള്ളാഹുവിൽ മാത്രം കാര്യങ്ങൾ വരവേൽപ്പിക്കുന്നവന് അള്ളാഹനെ മാത്രം ആലോചിച്ചാൽ മതി. മറ്റുള്ളവരിലേക്ക് പോകുന്നവനോ കുറച്ചു കാലം ഇവിടെ പോകും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും ഇവിടെ പോയിട്ട് എത്രയായി അയാളോട് പ്രാർത്ഥിക്കുന്നു, ഒരു രക്ഷയും കിട്ടുന്നില്ല, അപ്പൊ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പൊ അടുത്തടുത്തേക്ക് പോകും, ഒരു സമാധാനം കിട്ടില്ല, മരണം വരെ സമാധാനം ഉണ്ടാവില്ല. നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലോ നാട്ടിലോ ഒക്കെ അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മതി, ഒരിക്കൽ എപ്പോഴും ഒരു സമാധാനം ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്, ബുദ്ധിമുട്ടുകളുണ്ട്. അത് തന്നെ പറഞ്ഞതാണ്, ഞാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് അപ്പോഴും ഒരു സമാധാനം ഞാൻ റബ്ബിനോട് പറഞ്ഞു, എന്റെ റബ്ബിന് എന്റെ കാര്യം മനസ്സിലാക്കിയത്. നമ്മൾ ചിലപ്പോഴും പലപ്പോഴും പറയുന്നുണ്ടോ, എന്തായിരുന്നാലും അള്ളാഹ്ക്ക് എന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയാം, അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. അതൊരു ഹിദായത്തിന്റെ സമാധാനമാണ്. അത് ഹിദായത്ത് ഈമാൻ ഹൃദയത്തിലേക്ക് അറിയുകൾക്ക് കിട്ടുള്ളൂ, ഇല്ലാത്തത് കിട്ടൂല. അല്ലാത്തത് പിന്നെ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്നത് പോലെ തന്നെ ചാഞ്ചാട്ടുണ്ടാവും. എന്നാലും ഇപ്പൊ സത്യത്തിൽ പിന്നെ ഇപ്പൊ അവിടെ പോയാല്, ആ തങ്ങളടുത്ത് പോയാൽ ഒരു മനസ്സിലൊരു ആശ്വാസം കിട്ടുമോ? ആ ജാറത്ത് പോയിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സുഖം കിട്ടുമോ? അത് ഹൃദയത്തിലേക്ക് ഇറങ്ങാത്തവർ സ്വാഭാവികമായിട്ടും ഒരു വസ്വാസം വരും. ഹൃദയത്തിൽ ഇറങ്ങിയാലോ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെ അള്ളാഹനെ മാത്രം വിളിച്ച് ദുആ ചെയ്ത് അള്ളാഹിനോട് മാത്രം എന്റെ സങ്കടങ്ങൾ പറഞ്ഞ് അള്ളാഹുവിൽ മാത്രം എന്റെ കാര്യങ്ങൾ വരവേൽപ്പിച്ച് വേറൊരാളും ഞാൻ വരവേൽപ്പിക്കുന്നില്ല. കൂടെ നടക്കുന്ന ആളുകളെ പോലെ എനിക്ക് വിഷയത്തിൽ വിശ്വാസമൊന്നുമില്ല, എന്റെ റബ്ബിനെ അല്ല. ഈ ഒരു ഈമാൻ നമ്മുടെ മനസ്സിലുണ്ടാവുന്നതാണ്. അവിടെ പോലെ പറഞ്ഞു, ആ വാക്ക് പറഞ്ഞിട്ട് അലാമാ അതാകും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത് കൊണ്ടെന്ന് പറഞ്ഞത് അവർക്ക് ബശീറുൽ മുഹ്സിനീൻ, നല്ല മനുഷ്യന്മാർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. കാരണം ഞാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും, കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബശീറുൽ മുഹ്സിനീൻ, അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. കാരണം പരലോകത്ത് വരുമ്പോ ഒരു തരിമ്പ് പ്രയാസമോ ഒരു തരിമ്പ് ടെൻഷനോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അവർ സമാധാനമായിട്ട് സുഖമായിട്ട് സ്വർഗത്തിൽ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന